ശ്രീ പദ്ധതി വിഷയത്തിൽ CPI എടുത്ത ഉറച്ച നിലപാടിന് മുന്നിൽ ഒടുവിൽ CPM-ന് മുട്ടുമടക്കേണ്ടി വന്നിരിക്കുന്നു. ഇത് CPM-ന് സ്വന്തം തട്ടകത്തിൽ നിന്ന് തന്നെ CPI-യിൽ നിന്ന് തന്നെ കിട്ടിയ കനത്ത പ്രഹരമാണ്. BJP സർക്കാരിന്റെ പദ്ധതികൾക്ക് അടിയറവ് പറയാൻ തങ്ങൾ കൂട്ടുനിൽക്കില്ലെന്ന ഉറച്ച നിലപാടിലായിരുന്ന CPI-യുടെ പരിശ്രമം ഒടുവിൽ ലക്ഷ്യം കണ്ടിരിക്കുന്നു. കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ PM ശ്രീയിൽ സംസ്ഥാന സർക്കാർ ധൃതിപ്പെട്ട് ഒപ്പിട്ടു. മന്ത്രിസഭയെ പോലും ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് LDF-മായി ഒരു കൂടിയാലോചന പോലും നടത്താതെ വിദ്യാഭ്യാസ വകുപ്പ് ഏകപക്ഷീയമായി മുന്നോട്ട് പോവുകയായിരുന്നു. ഇതിനെതിരെ CPI-യുടെ സംസ്ഥാന നേതൃത്വം ശക്തമായി പ്രതികരിച്ചു. ഇങ്ങനെയാണോ കാര്യങ്ങൾ കൊണ്ടുപോകേണ്ടത്? മുന്നണി മര്യാദകൾ ലംഘിച്ചത് എന്തിനാണ് എന്നീ CPI-യുടെ മൂർച്ചയേറിയ ചോദ്യങ്ങൾ CPM-നെ പ്രതിരോധത്തിലാക്കി. CPI-യുടെ കടംപിടുത്തതിനു മുന്നിൽ ഒടുവിൽ CPI വരച്ച വരയിൽ നിൽക്കാൻ CPM നിർബന്ധിതരായി. തുടർച്ചയായ സമ്മർദ്ദങ്ങൾക്കും മുന്നണി ചർച്ചകൾക്കുമൊടുവിൽ CPI-യുടെ ആവശ്യം അംഗീകരിച്ച് പദ്ധതിയുടെ തുടർ നടപടികൾ തൽക്കാലം മരവിപ്പിക്കുന്നു എന്ന് കാണിച്ചുകൊണ്ടുള്ള നിർണായക കത്താണ് ഇപ്പോൾ കേന്ദ്രത്തിന് അയക്കാൻ പോകുന്നത്. പക്ഷേ ഇതിലെ രാഷ്ട്രീയപരമായ പ്രാധാന്യം വളരെ വലുതാണ്. ഒരിക്കൽ ഒപ്പിട്ട പദ്ധതിയിൽ നിന്ന് അതിലെ ചില വ്യവസ്ഥകൾ സംസ്ഥാനത്തിന് സ്വീകാര്യമല്ലെന്ന് ചൂണ്ടിക്കാട്ടി രണ്ടാമതൊരു കത്ത് കേന്ദ്രത്തിന് അയക്കുമ്പോൾ അത് CPI-യുടെ അന്തസ്സാർന്ന നിലപാടിന് കിട്ടിയ പിൻബലമായി കണക്കാക്കാം. ഇത് CPI-യെ സംബന്ധിച്ചിടത്തോളം സമീപകാലത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ വിജയമാണ്. CPI-ക്ക് ഈ നീക്കത്തിലൂടെ CPIM-ന് മുകളിൽ രാഷ്ട്രീയമായ മേൽക്കൈ ലഭിക്കുന്നു. ഈ മാർഗനിർദ്ദേശങ്ങൾ വേണ്ട, ഈ മാനദണ്ഡങ്ങൾ വേണ്ട എന്ന് CPI തുറന്നു പറയുമ്പോൾ അത് അംഗീകരിക്കാനുള്ള സാഹചര്യത്തിലേക്ക് CPM വരുന്നു. അതായത് മുന്നണിയിൽ CPI-യുടെ വോയിസ് CPIM-നേക്കാൾ ശക്തിപ്പെടുന്നു എന്ന് സാരം. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലഘട്ടം പരിശോധിക്കുമ്പോൾ സ്വന്തം നിലപാട് ഇത്രയധികം ഉറപ്പിച്ച് പറഞ്ഞ് CPM-നെ കൊണ്ട് മാറ്റം വരുത്തിക്കാൻ CPI-ക്ക് മുൻപ് സാധിച്ചിട്ടില്ല. സ്വാഭാവികമായും ഇന്ന് ചേരുന്ന CPI-യുടെ സെക്രട്ടേറിയറ്റ് യോഗം ഈ രാഷ്ട്രീയ വിജയത്തെ അംഗീകരിക്കാനാണ് സാധ്യത. എങ്കിലും ഈ വിജയത്തിനിടയിലും ഒരു ചോദ്യം ഇപ്പോഴും ശക്തമായി നിലനിൽക്കുന്നു. ഇങ്ങനെ മരവിപ്പിക്കാനായിരുന്നു പദ്ധതിയെങ്കിൽ 1500 കോടി രൂപയുടെ കേന്ദ്ര ഫണ്ട് മാത്രം ലക്ഷ്യമിട്ട് മന്ത്രിസഭയെയും മുന്നണിയെ മറച്ചുവെച്ച് എന്തിനാണ് ആദ്യം ഒപ്പിട്ടത്? ഫണ്ട് ലഭിക്കണമെങ്കിൽ നടപടികളുമായി മുന്നോട്ട് പോകണം എന്നുള്ളതും ഇവിടെ പ്രസക്തമാണ്. CPM-ന് കിട്ടിയ ഈ രാഷ്ട്രീയ പ്രഹരം സർക്കാരിന്റെ സുതാര്യതയെക്കുറിച്ചുള്ള ഈ ചോദ്യങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നു.